ഇന്നത്തെ ഒരു മോട്ടിവേഷണൽ വീഡിയോ എന്ന് പറയാം. ബിസി മോംസിന് ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. ഡെയിലി ബേസിസിൽ ടൈം മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. അറിയുന്നതായിരിക്കും എങ്കിൽ കൂടിയും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനൊരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മീൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ പറയുമെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു പോകുന്നവർ വളരെ കുറവാണ്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ എനിക്ക് ഫുള്ളി ഒരു വീക്ക് പ്ലാൻ ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ ഫുള്ളി പ്ലാൻ ചെയ്ത പോലെ നിൽക്കണമെന്നില്ല. എങ്കിൽ കൂടിയും നമ്മൾ ചില ഡേയ്സൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ, എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈസിയർ ആയിരിക്കും. സാധാരണ രീതിയിൽ നമുക്ക് ചെയ്തു പോകാവുന്നതുള്ളൂ. എന്നാലും കുറേ കാര്യങ്ങളിൽ നമുക്ക് ഒരു ചിട്ടയുണ്ടാവും. അതുപോലെ കുറേ സാധനങ്ങൾ വേസ്റ്റേജ് ആവുന്നതും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല രീതിയിൽ നമുക്ക് മീൽ പ്ലാനിങ് ചെയ്യാം. ഒരു മാസത്തിന് വരെ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു വീക്കിന് പ്ലാൻ ചെയ്യുന്നതാവും. കാരണം നമുക്ക് ഓരോ വീക്ക് പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് അടുത്ത ദിവസം ചെയ്ത് അടുത്ത വീക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്തു പോകാമല്ലോ. അപ്പോൾ ഒത്തിരി എക്സ്പേർട്ട് അല്ലാത്ത ഒരാളെപ്പോഴും മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ബെറ്റർ വീക്ക്ലി ചെയ്യുന്നതാണ്. മീൽ പ്ലാനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് മീൽ പ്രിപ്പറേഷൻസ്. വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അടുത്ത വീക്കിലോട്ട് നമുക്ക് വീക്ക് ഡേയ്സ് കുറച്ച് ഈസിയർ ആയിരിക്കും. വീക്കെൻഡ്സിലല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് വെക്കുക. മെയിൻലി നമ്മൾ എന്തൊക്കെയാണോ അന്നത്തെ വീക്കിന് വേണ്ടി പ്ലാൻ ചെയ്തത്, അപ്പോൾ അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വെക്കാം, തേങ്ങ ചിരണ്ടി വെക്കാം, പിന്നെ പൾസസൊക്കെ സോക്ക് ചെയ്ത് വയ്ക്കാം, ഫിഷ് ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കവറിൽ നിന്നൊക്കെ പൊട്ടിച്ച് എല്ലാം സെറ്റാക്കി വെക്കാം. അതും ഒരു മീൽ പ്രിപ്പറേഷൻ എന്ന് തന്നെ പറയാം. കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ഒതുക്കി റീസെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡൗസൊക്കെ, ഇപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ മാവ് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു മീൽ പ്രിപ്പറേഷനാണ്. ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉണ്ടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ സീഡ്സൊക്കെ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേപ്പില, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പുട്ടുപൊടി നനച്ച് വെച്ചേക്കുന്നത്, അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മൾ അത് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുറേ കൂടി ഈസിയർ ആയിരിക്കും. എല്ലാം കൂടി നമ്മുടെ ആ ബിസി വർക്കിംഗ് ഡേ, ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, നമ്മൾ ജോലിക്ക് ഇറങ്ങുന്ന എല്ലാം കൂടി ചെയ്യാൻ നിന്നാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഡിഫിക്കൽട്ടായിരിക്കും. ക്ലീൻ യുവർ ഡിഷസ് റെഗുലർലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലെൻലിനെസ്സിൻ്റെ കാര്യമാണെങ്കിലും ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കൈവച്ച് കഴുകുകയാണെങ്കിൽ അങ്ങനെ, ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലർലി ഇട്ട് കൊടുത്തിട്ട് പാത്രങ്ങൾ കഴുകി ഒതുക്കി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കിച്ചൺ നീറ്റാവാനും നമ്മുടെ സമയവും എല്ലാം മാനേജ് ചെയ്യാനും ഇതൊത്തിരി ഹെൽപ്പ് ചെയ്യും. കിച്ചണിൽ വരുന്ന വേസ്റ്റ് രണ്ടായിട്ട് തന്നെ വയ്ക്കുക. പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും. ആ ഫുഡ് വേസ്റ്റ് ഡെയിലി ബേസിസിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ക്ലെൻലിനെസ് മാത്രമല്ല, അത് മാനേജ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. കുറേയും കൂടി നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. നമ്മൾ ഉപയോഗിച്ച കത്തി, അതുപോലെ കോഫി കപ്പ് അല്ലെങ്കിൽ ടീ കപ്പ്, പിന്നെ മിക്സിയുടെ ജാറ്, ഇത് മൂന്നും ഉപയോഗിച്ച് അപ്പം തന്നെ കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കത്തിയിലൊക്കെ പലപ്പോഴും നമ്മളെന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ വെച്ചാൽ അത് ഇപ്പം ഇരുമ്പിൻ്റെയൊക്കെ കത്തിയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. പിന്നെ കോഫി കപ്സ് ആണെങ്കിൽ നല്ലപോലെ സ്റ്റെയിൻ വരും. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ചായയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് വെക്കാനെങ്കിലും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളുടെ മിക്സിയുടെ ജാറുകൾ, അതും യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇച്ചിരി ഒരു ഡ്രോപ്പ് ഓഫ് ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ അത് ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് മൂന്നും പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുമ്പോൾ
അതിന് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് കട്ട് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പിന്നീട് അത് എടുത്ത് മാറ്റുമ്പോൾ ആ ഫുഡിൻ്റെ അംശം എന്തായാലും കൗണ്ടർ ടോപ്പിൽ പറ്റിപ്പിടിക്കും. അപ്പം ക്ലീനിങ് അത് കൂടുതൽ ഡിഫിക്കൽട്ടായിരിക്കും. അതിലും നല്ലത് എപ്പോഴും വേസ്റ്റ് ഇതുപോലെ പീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലോട്ട് കളയുകയായിരിക്കും നല്ലത്. നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് വെച്ചേക്കുക. സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എന്തായാലും എണ്ണയൊക്കെ തെറിച്ച് അതിൻ്റെ സ്റ്റെയിൻസ് ഉണ്ടാവും. അപ്പം ചെറിയൊരു ചൂടുവെള്ളത്തിൽ മുക്കി തുടക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ കിച്ചണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇതൊന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ കിച്ചൺ നീറ്റായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ മാക്സിമം കൗണ്ടർ ടോപ്സ് നല്ലപോലെ വൈപ്പ് ചെയ്ത് ഇടുക. ഓരോ മീൽ കുക്ക് ചെയ്ത് നമ്മളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ കിച്ചണിനൊരു നീറ്റ് ലുക്ക് വരികയും ചെയ്യും. അടുത്ത പ്രാവശ്യം നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേനും ഒരു വെൽക്കമിങ് കിച്ചണായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിൻറ്റ്, ക്ലീൻ ഓൺ ദ ഗോ. നമ്മൾ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ക്ലീൻ ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി വെക്കുകയാണെങ്കിൽ അതൊരു ബിഗ് ടാസ്ക്കായിട്ട് മാറിക്കിടക്കില്ല. പാത്രങ്ങൾ കഴുകി വെക്കുന്നത് തന്നെയല്ല, നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ തിരിച്ചു വയ്ക്കുക. ഇത് ടിപ്സിൻ്റെയൊക്കെ ഒരു ക്ലാസിക് വണ്ണാണ്. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മുടെ കല്ലെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തുണി വിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 ഗുണമുണ്ട്. ഒന്ന്, ആ ചപ്പാത്തിക്കല്ല് മൂവ് ചെയ്ത് പോവാതിരിക്കാനും ഒരു ബലം കിട്ടാനും. 2, നമ്മുടെ ആ പൊടി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവാതെ നമുക്ക് ആ തുണിയിൽ കളക്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ ടിപ്സിൻ്റെ വീഡിയോസ് പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസ് പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹോം മേക്കിംഗ് റിലേറ്റഡ് കോണ്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.